Hi, good morning. How are you all? Bhavika, how are you? Please unmute. Fine. Fine. Did you brush your teeth? Yes. Yes. Have you had your breakfast? Yes. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Yes. Yes, I had my breakfast. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കഴിക്കണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെയിൻ ഫുഡ്. നമുക്ക് വൈകുന്നേരം വരെ പഠിക്കാനും എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവണം. ഒരാള് പോലും എനിക്ക് രാവിലെ ഭക്ഷണം വേണ്ടാന്ന് പറയരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പേരൻസിനോടും അമ്മയോടും അച്ഛനോടും പറയണം, രാവിലെ ഭക്ഷണം കഴിക്കാതെ ജോലിക്ക് പോകരുത്, ഭക്ഷണം കഴിച്ചിട്ടേ ജോലിക്ക് പോകാവൂ എന്ന് പറയണം കേട്ടോ. രാവിലെ കഴിച്ചാലേ എനർജി ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാരും അങ്ങനെ ചെയ്യണം. അപ്പൊ നമുക്ക് പഠിക്കാൻ തുടങ്ങാം അല്ലെ? ഇന്ന് വിശേഷങ്ങളൊക്കെ ലാസ്റ്റ് പറയാം. 2 പീരീഡ് ഇല്ലേ? അപ്പൊ അങ്ങനെ എടുക്കാം, അടുത്ത പീരീഡ് എടുക്കാം. All of you take your text book. നമ്മള് ടെക്സ്റ്റ് ബുക്കിലുള്ളതെല്ലാം പഠിച്ച് തീരാൻ പോവാണ്. നിങ്ങളുടെ ഹിന്ദി നോട്ട് ബുക്ക് തീർന്നോ ഭവിക? കുറച്ച് പേജ് കൂടെ ബാക്കിയുണ്ടല്ലേ? അതെ. എല്ലാരെയും അൺമ്യൂട്ട് ചെയ്താൽ ഭയങ്കര സൗണ്ട്, അതുകൊണ്ട് ഭവിക്കാനെ മാത്രം അൺമ്യൂട്ട് ചെയ്തിരിക്കുക. ഓക്കെ. അപ്പം ഹോംവർക്ക് ചെയ്യാത്ത കുറച്ച് പേരുണ്ട് നമ്മുടെ കൂട്ടത്തില്. അവരെന്താ ചെയ്യണ്ടേ? നസീമൊക്കെ ഇന്ന ഹോംവർക്ക് ചെയ്തിട്ടിരിക്കുന്നത്, ഇത്രയും ദിവസം ഉണ്ടായിട്ട് അല്ലേ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് പേരൊക്കെ. അപ്പം ഹോംവർക്ക് ചെയ്യാത്തവരുടെ പേര് വിളിച്ചു പറയണോ ക്ലാസ്സില്? അത് നമുക്ക് നാണക്കേടാണ്. ഇനിയും ചെയ്യാത്തവർ എന്താ ചെയ്യേണ്ടത്? ഇന്ന് തന്നെ എഴുതി അത് പോസ്റ്റ് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് ഇപ്പൊ ക്ലാസ് ടൈമിൽ ടീച്ചർ നിങ്ങൾ എഴുതിയില്ലാന്ന് പറഞ്ഞ് പേര് വിളിക്കുമ്പോൾ നമുക്ക് നാണക്കേടല്ലേ? മറ്റുള്ള കുട്ടികൾ നമ്മളെ കളിയാക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട. ദേവപ്രിയ ഹോംവർക്ക് ചെയ്തോ? ചെയ്തോ ദേവപ്രിയ? എല്ലാ ഹോംവർക്ക് ചെയ്തിട്ടോ? എന്താ ഒരു ഉഷാറില്ലാത്തത്? ചെയ്യാത്തവരെന്ത് ചെയ്യണം? മിസ് വഴക്കൊന്നും പറയാൻ പോകുന്നില്ല. എന്താ ചെയ്യേണ്ടത്? ഇന്ന് തന്നെ ആദർശിയിൽ ഹോംവർക്ക് ചെയ്തോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ഇപ്പം സൻസ ഫാത്തിമ, അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യണം? ഇവരെന്നല്ല, എഴുതാത്തവർ ഇന്ന് തന്നെ ഹോംവർക്ക് ചെയ്തിടുക. നല്ല കുട്ടികളാവുക. അപ്പൊ ബുക്ക് എടുത്തില്ലേ? ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. മിസ് കണ്ടുപിടിച്ച് ആരൊക്കെ എഴുതാത്തേന്ന്. ഞാൻ വായിച്ചു തരാം കേട്ടോ. ഇത് നിർബന്ധമാണെങ്കിൽ ഞാൻ പേര് വിളിക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുത്ത എല്ലാവരും നമ്മള് വ്യഞ്ജനാക്ഷരങ്ങള് 2 പ്രാവശ്യം നമ്മൾ നോട്ട് ബുക്കിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിരുന്നോ ഭവിക? അല്ലേ, അത് ഫസ്റ്റ് ക്ലാസ്സിലായിരുന്നു. സോറി, നിങ്ങൾ അന്തം വിട്ടിരിക്കണ്ട, കാര്യമില്ല. നിങ്ങളോട് എന്താ പറഞ്ഞത്? യാ മുതൽ ഹാ വരെ എഴുതാനാ പറഞ്ഞിരുന്നത് അല്ലേ? ഒരു പേജ് ഫുള്ളായിട്ട്. അതെ, മിസ് എല്ലാ ക്ലാസ്സിലും ഹിന്ദി എടുക്കുന്നോണ്ട് ചിലപ്പോ മാറിപ്പോവും, ക്ഷമിക്കും നിങ്ങള്. അപ്പൊ എന്താണ്? വ്യഞ്ജനാക്ഷരങ്ങള് ഫുള്ള് തീർന്നു നമുക്ക്. എന്താ, ഏതൊക്കെയാ വ്യഞ്ജനാക്ഷരങ്ങള്? കാ ഖ ഗ ഘ ങ, ച ഛ ജ ഛ ഞ, യാ ലാ 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 ലാ. കവിത, ഗുഡ്. ഇവിടെ മിസ് പറഞ്ഞ് ശ്രദ്ധിച്ചേ. ഏതൊക്കെയാ വ്യഞ്ജനാക്ഷരങ്ങളൊന്നും മിസ് പറഞ്ഞുതരാം. കാ ഖ ഗ ഘ ങ, ച ഛ ജ ഛ ഞ, ടാ ഠ ഡാ ഠ ണ, ത ഥ ദ ഥ ന. അത് കഴിഞ്ഞിട്ടുള്ള അക്ഷരം നിങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. പ, ഫായാണ് അടുത്ത അക്ഷരം. ഏതാണ്? ഫ. പ ഫ ബ ഭ മ. ഇതാണ് യ ര ല വ ശ ഷ സ ഹ. ഇതാണ് ഹിന്ദി വ്യഞ്ജനാക്ഷരങ്ങള്. നന്നായിട്ട് പഠിച്ചെടുത്താല് നമുക്ക് ഇനി അങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഇനി കുറച്ച് ചിഹ്നങ്ങളും കൂടെ പഠിച്ചാല് ഹിന്ദി നമ്മള് വെള്ളം പോലെ പറയാൻ പഠിക്കും. വാക്കുകളൊക്കെ എഴുതാനും വായിക്കാനും
ഇനി ഒരു ബോർഡ് നമ്മളിപ്പോ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും നമ്മൾ പോയാൽ തന്നെ ഒരു ബോർഡിൽ ഹിന്ദി വാക്കുകളൊക്കെ കണ്ടാൽ നമ്മൾ ഇപ്പൊ തന്നെ വായിക്കാൻ പഠിക്കും. കുറച്ച് ചിഹ്നങ്ങളൊക്കെ പഠിച്ച് വരുമ്പോ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചേ, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയുണ്ട്, ഇനി നമ്മള് മലയാളത്തിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, പിന്നെ എന്താണ് കൂട്ടക്ഷരങ്ങൾ എന്ന് പറയുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാ കൂട്ടക്ഷരങ്ങൾ മലയാളത്തില്? ഇക്ഷ, ത്ര, ജ്ഞ, ത്ര അല്ലെ. പിന്നെ കുറെ രണ്ടക്ഷരങ്ങൾ കൂട്ടിയുള്ള കൂട്ടക്ഷരങ്ങൾ അങ്ങനെയുണ്ട്. അപ്പൊ ഹിന്ദിയിലും ഉണ്ട് ഈ കൂട്ടക്ഷരങ്ങളുണ്ട്. അപ്പൊ അതും കൂടെ ചേർന്നാലേ ഹിന്ദി അക്ഷരങ്ങൾ ഫുള്ളാവുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് ഹിന്ദിയിലെ കൂട്ടക്ഷരങ്ങൾക്ക് പറയുന്നത്? സംയുക്താക്ഷർ. എന്താണ്? സംയുക്താക്ഷർ എന്നാണ് ഹിന്ദിയിൽ പറയാ. അപ്പൊ ഏതൊക്കെയാണ് സംയുക്താക്ഷരം എന്ന് കണ്ടോ? ക്ഷ. ഏതാണ്? ക്ഷ. ഷായും ഷായും കൂടെ വരുന്ന അക്ഷരമാണ് ക്ഷ. ക്ഷ. നെക്സ്റ്റ് ത്ര, ജ്ഞ, ശ്ര. 4 അക്ഷരങ്ങളാണ് ഹിന്ദിയിൽ ബാക്കിയുള്ള അക്ഷരങ്ങൾ. ക്ഷ, ത്ര, ജ്ഞ, ശ്ര. കാണുമ്പോ തന്നെ പേടിയാവുന്നുണ്ട് അക്ഷരങ്ങളെ. നമുക്കത് ഈസി ആക്കിയിട്ട് എഴുതിയെടുക്കാം. എങ്ങനെയാ ക്ഷ എഴുതുന്നതെന്നും അതൊക്കെ മിസ് കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ക്ഷ ചേർത്തുള്ള വാക്കുകൾ പഠിക്കണ്ടേ? നമ്മൾ എന്നുള്ള അക്ഷരം ഈസി ആയിട്ട് എഴുതില്ലേ, പിന്നെയാണ് ക്ഷ എഴുതാൻ ബുദ്ധിമുട്ടല്ലേ? അപ്പം ക്ഷ, ക്ഷാസെ എന്താണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്? ക്ഷത്രിയ. കേട്ടോ, ക്ഷ എഴുതി കണ്ടോ? ക്ഷാസെ ക്ഷത്രിയ. എന്താണ് ക്ഷത്രിയ എന്ന് പറഞ്ഞാല്? മലയാളത്തിൽ ക്ഷത്രിയ എന്ന് പറയുന്നതാണ് യുദ്ധം ചെയ്യുന്ന ആളല്ലേ, ക്ഷത്രിയ. ക്ഷാസെ ക്ഷത്രിയ. എന്താ അവരുടെ കയ്യിൽ നോക്കിയേ? ആ ക്ഷത്രിയന്റെ കയ്യിൽ എന്താണ്? അമ്പും വില്ലും അല്ലെ. പണ്ട് തോക്കൊക്കെ ആയിരുന്നു, തോക്കും പീരങ്കിയൊന്നും അല്ല അല്ലെ. ക്ഷത്രിയന്മാര് രാജാക്കന്മാരൊക്കെ ഉള്ള സമയത്ത് എന്താ അവരുടെ ആയുധം? അമ്പും വില്ലും. അമ്പ് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. നമ്മൾ മഹാഭാരത കഥകളൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ? അതിലൊക്കെ എന്താ ആയുധം? അമ്പാണ്. അമ്പ് കൊണ്ട് അമ്പ് ചെയ്യുവാണ് ചെയ്യുന്നത് അല്ലെ. പണ്ടത്തെ ആയുധമാണ്. അപ്പൊ ക്ഷത്രിയന്മാരുടെ ആയുധം കണ്ടോ? അമ്പും വില്ലും. ക്ഷത്രിയ, ശാസ്ത്രേ ക്ഷത്രിയ. ഈ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ വാക്കുകൾ, ഈ അക്ഷരങ്ങളുടെ വാക്കുകൾ പഠിക്കുകയാണ്. അടുത്ത അക്ഷരം ത്ര. എന്താണ് ത്ര? ത്രാസേ, നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ശ്രദ്ധിച്ചോ? ത്രാസേ തൃശൂൽ, ത്രാസേ ത്രിമൂർത്തി, ത്രാസേ ത്രികോൺ. ത്രാസേ തൃശൂൽ. എന്താണ്? ത്രിശൂൽ. ശൂലം കണ്ടിട്ടുണ്ടോ നിങ്ങള്? അമ്പലത്തിൽ പോകുന്നവരൊക്കെ കണ്ടു കാണും അല്ലെ. നമ്മുടെ കളരി അമ്പലത്തിലൊക്കെ കാണാം തൃശൂലം അല്ലെ. ദൈവത്തിന്റെ കയ്യിലൊക്കെ ഉണ്ടാവും ഒരു ശൂലം, തൃശൂലം ഒക്കെ ഉണ്ടാവും. അതാണ് തൃശൂൽ എന്ന് പറഞ്ഞാൽ ത്രീ. കണ്ടോ? അതിനെ ത്രീ കണ്ടോ? 1 2 3. അതുകൊണ്ടാണ് അതിനെ തൃശൂൽ എന്ന് പറയുന്നത്. തൃശൂൽ. ത്രിമൂർത്തി. എന്താണ് ത്രിമൂർത്തി പറഞ്ഞ? 3 മൂർത്തികള്. അതും ഹിന്ദുസിന്റെ ഒരു ദൈവങ്ങളാണ് കേട്ടോ. എന്തൊക്കെയാണ്? ശിവൻ, ബ്രഹ്മാവ്, മഹാവിഷ്ണു. അതാണ് 3 തല കണ്ടോ അവിടെ? അതാണ് ത്രിമൂർത്തി. 3 മൂർത്തികള്. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ആ വാക്ക് പഠിച്ചാൽ മതി. ത്രാസേ ത്രിമൂർത്തി. ഞാനത് പറയിക്കുന്നുണ്ട്, എത്ര പേര് ശരിക്കും പറയുന്നുണ്ടെന്ന് നോക്കട്ടെ. ത്രാസേ ത്രികോൺ. ത്രികോൺ. എന്താണ് ത്രികോൺ എന്ന് പറഞ്ഞാല്? ത്രികോണം എന്ന് പഠിച്ചിട്ടില്ലേ നമ്മള്? ഇല്ല അല്ലെ. നമ്മൾ പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. മാത്സിലാണ് ത്രികോണം ഉള്ളത്. എന്താണ്? 1 2 3. 3 കോൺ ഉള്ളത് കൊണ്ടാണ് ഇതിന് ത്രികോൺ എന്ന് പറയുന്നത്. 1 2 3. ത്രികോൺ. ഒന്നുകൂടെ. ത്രാസേ തൃശൂൽ. അഭിരാമി, ലിസൺ ഹിയർ. എന്താ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നേ? എഴുതാനുള്ള ടൈം ഞാൻ തരും. ശ്രദ്ധിച്ചിരിക്കെ. വേർ ഈസ് യുവർ ടെക്സ്റ്റ് ബുക്ക്? ബുക്ക് എവിടെ? വേർ ഈസ് യുവർ ഉംഗലി? വേർ ഈസ് യുവർ ഫിംഗർ? ഫിംഗർ. തൊട്ട് വായിക്കണം മിസ് പറയുമ്പോ കേട്ടോ. ത്രാസേ തൃശൂൽ, ത്രാസേ ത്രിമൂർത്തി,
ത്രാസേ ത്രികോൺ. വായിൽ കൊള്ളാത്ത കുറെ പേര് വന്നിട്ടുണ്ടല്ലോ ഇന്ന്. നമുക്ക് ശരിയാക്കി എടുക്കാന്നേ. അടുത്ത അക്ഷരം നോക്കിയേ. ഞ. ഷ ത്ര ഞ. നമ്മൾ ഒന്നിച്ച് പഠിച്ചാലേ നമ്മളിത് പഠിക്കുള്ളൂ. ഒരു അക്ഷരമായിട്ട് പഠിക്കുമ്പോൾ ഇതിന് ഒരു ഭംഗിയില്ല. അടുത്ത അക്ഷരം നോക്കിയോ. ഞ. അതാണ് ഞ. ഞാന്ന് വരുന്ന ഒരു അക്ഷരമുള്ള ഒരു പേരുള്ള കുട്ടിയുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഞ. ജായും ഞായും. ആരാന്ന് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ. ഞാന്ന് വരുന്ന അക്ഷരം വരുന്ന ഒരു പേരുള്ള ഒരു കുട്ടിയുണ്ട് നമ്മുടെ ക്ലാസ്സിൽ. ഭവിക പറയാന്ന് പറഞ്ഞ അവളെ ഫസ്റ്റ് കൈ കാണിച്ച ആരാ മോളെ? സമജ്ഞ. വെരി ഗുഡ്. സമജ്ഞ. ഏതാണ് അക്ഷരം? ഞാ. അക്ഷരം കിട്ടാൻ വേണ്ടി ആ പേര് പറയിച്ചതാണ്. ഏതാണ് അക്ഷരം? ഞാ. സമജ്ഞ. ഞാ സേ സമജ്ഞ എന്നാണോ പഠിക്കുന്നത് നമ്മള്? അല്ല അല്ലെ. ഞാ സേ ജ്ഞാനി. എന്താണ്? ഞാ സേ ജ്ഞാനി. ജ്ഞാനി പറഞ്ഞ ആരാണ്? നല്ല അറിവുള്ള ആള്. ജ്ഞാനെന്ന് പറഞ്ഞ അറിവ്, ജ്ഞാനി പറഞ്ഞ അറിവുള്ള ആള്. നെക്സ്റ്റ് നോക്കിയേ. ശ്ര. ഷ ത്ര ഞ ശ്ര. ഷാന്ന് കേട്ടിട്ടുണ്ട് നമ്മള്. യാ രാ ലാ വ ശ ഉണ്ടല്ലേ? അതിന്റെ കൂടെ ശ്ര. ശ്ര എന്ന് പറഞ്ഞ ശ്രമിക്ക്. ശ്രാസേ ശ്രമിക്ക്. ശ്രമിക്കുന്ന പറഞ്ഞ എന്താണ്? ലേബറർ, തൊഴിലാളി, തൊഴിൽ ചെയ്യുന്ന ആളല്ലേ? കിളച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? പണിയെടുക്കുന്ന ആള്. ശ്രമിക്ക്. ഒളപ്പിച്ചേ. ക്ഷ ത്ര ഞ ശ്ര. once more. ക്ഷ ത്ര ഞ ശ്ര. ഓക്കെ. സംയുക്താക്ഷരം കൂടെ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ് സംയുക്താക്ഷരങ്ങള്? ക്ഷ ത്ര ഞ ശ്ര. 4 അക്ഷരങ്ങളാണ് അല്ലേ? എന്നിട്ട് പറഞ്ഞു നോക്കിയേ. ക്ഷ. ക്ഷയും ഷായും കൂടെ കൂടുന്ന ക്ഷ. ത്ര ഞ ശ്ര. ഓക്കെ. ഇനി നമ്മള് എഴുതാൻ പോവാണ്. ഇക്ഷാന്ന് എങ്ങനെ എഴുതും? ഇത് കാണിച്ചു തരാം. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇക്ഷ എഴുതാൻ പറ്റുള്ളൂ. ഇത് കണ്ടു കഴിഞ്ഞ ദിവസം ഹാ എഴുതാൻ നല്ല പാടാ കുട്ടികൾക്ക് ഇപ്പോഴും. ഹാ എന്നുള്ള അക്ഷരം എഴുതാൻ പാടാ. പക്ഷെ UKG ഈ വർഷത്തെ കുട്ടികള് നല്ല ഭംഗിയായിട്ട് ഹാ എഴുതിയിട്ടുണ്ട്. അപ്പൊ മിസ് എഴുതുന്നത് ശ്രദ്ധിച്ചിരുന്നു കണ്ടു അല്ലെ? അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഇക്ഷ എന്നുള്ള അക്ഷരമാണ്. ശ്രദ്ധിച്ചോ എല്ലാവരും? ഇതാണ് ഇക്ഷ അല്ലെ? എങ്ങനെ എഴുതും? പേരൻസ് അടുത്തുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യണം. ഫസ്റ്റ് തന്നെ റഫ് ബുക്കിലോ സ്ലേറ്റിലോ എഴുതുക. ഫസ്റ്റ് തന്നെ എങ്ങനെയാണ്? ഇവിടുന്നാ തുടങ്ങുന്നത്. കണ്ടോ? മിസ് ആരോ മാർക്ക് കണ്ടോ? ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ വളയ്ക്കണം. ഇങ്ങനെ. അല്ലാതെ ഇവിടുന്ന് തുടങ്ങരുത്. ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ. കണ്ടോ? ആദ്യം ഇവിടുന്ന് തുടങ്ങി താഴോട്ട് വന്നു. ഇതുപോലെ തന്നെ എഴുതണം, ഇല്ലേ കിട്ടില്ല. ഫസ്റ്റ് ഇങ്ങനെ വന്നു. അതായത് ഇങ്ങനെ. കണ്ടോ? കുറച്ച് നീട്ടി വരച്ചോ ഇത്. ഇങ്ങനെ വരച്ചു താഴോട്ട്. ഇതാണ്. ഇങ്ങനെ വരച്ചു താഴോട്ട് വരച്ച് അതിന്റെ ഉള്ളിലൂടെ താഴോട്ടൊരു വാല് അല്ലേ? അത് തന്നെ വീണ്ടും കുറച്ച് നീളത്തിൽ വരച്ചിട്ട് ഇതിന്റെ അകത്തൂടെ വന്നു താഴോട്ടൊരു വാല് വരച്ചു. എന്നിട്ട് ഈ ഇവിടുന്ന് തുടങ്ങിയില്ലേ അവിടുന്ന് ഒരു മണ്ണ് താഴോട്ട്. അതാണ് ഇക്ഷ. ഇങ്ങനെയാണ് എഴുതേണ്ടത്. കുട്ടികൾക്ക് ആദ്യം കാണുമ്പോൾ പേടിയാണ് ഈ അക്ഷരങ്ങൾ. അതുകൊണ്ട് അമ്മമാരൊന്ന് ഹെൽപ്പ് ചെയ്യാം. നല്ല നീളത്തിൽ വരയ്ക്കണം ഇത്. ഇങ്ങനെ വരച്ചു താഴോട്ട് വന്ന് ഒരു വാല് കൊടുത്ത് അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ ബാക്കി വെച്ചെടുത്ത് ഒരു മണ്ണ് താഴോട്ട് മുട്ടിച്ച് വരയ്ക്കാം. ഇതാണ് ഇക്ഷ. ഒരു 10-15 പ്രാവശ്യം സ്ലേറ്റിലോ റഫ് ബുക്കിലോ എഴുതിയ ഈസിയായി. പിന്നെ അത് വിടില്ല. ഒറ്റ എഴുതി പഠിക്കുക വേണ്ടു.
അപ്പൊ ഇങ്ങനെയാണ് വരിക. ഇക്ഷ. മലയാളത്തിലെ ഇക്ഷ പഠിച്ചില്ലേ? കായും ഷായും. ഇക്ഷ അതാണ്. അപ്പം ഫസ്റ്റ് എഴുതേണ്ടത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? ഫസ്റ്റ് ഇവിടെ നിന്ന് തുടങ്ങണം. ഇതാണ്. ഇങ്ങനെ നീളത്തിൽ വരച്ച് താഴോട്ടൊരു വാല് വെച്ച് അല്ലെ. എന്നിട്ട് ഇവിടെ ബാക്കി വെച്ചിരിക്കുന്ന ഇവിടുന്ന് ഒരു വണ്ണ് കൊടുക്കുക. എന്നിട്ട് മുകളിൽ വരയ്ക്കാം. ഇക്ഷ. ആ ഭവ്യക്കുട്ടി എഴുതിയല്ലോ, മിടുക്കി. എത്ര പേര് എഴുതി? അപ്പൊ ഇത് എഴുതാൻ കുറച്ച് പാടുപെടുമല്ലേ കുട്ടികളെ? സാരമില്ല, ഒന്ന് ഹെൽപ്പ് ചെയ്യണം അമ്മമാര്. ഒരു 2-3 പ്രാവശ്യം. ഓക്കെ, അർജുൻ എഴുതിയ മോനെ. ഓക്കെ, 2-3 പ്രാവശ്യം ഒന്ന് കൈപിടിച്ച് എഴുതിച്ച് അവരെ കൊണ്ട് തന്നെ എഴുതിപ്പിച്ചാൽ പിന്നെ അക്ഷരം ഇടില്ല, തന്നെ എഴുതിക്കോളും. അലിബി കിട്ടിക്കഴിഞ്ഞാൽ അവര് സ്വന്തമായിട്ട് എഴുതിക്കോളും. ഇക്ഷ ഉണ്ടോ? ഇപ്പോഴും ഉണ്ടല്ലോ കുട്ടികളെ. 3rd ക്ലാസ്സിലെ കുട്ടികൾക്ക് വരെ ഇക്ഷ എഴുതാൻ അറിയില്ല. അപ്പൊ നിങ്ങൾ എത്ര മിടുക്കരല്ലേ? അതെ. ഇപ്പൊ എന്ത് ചെയ്യണം? ഇക്ഷ എന്നുള്ള അക്ഷരം അക്ഷരദീപത്തിൽ ഇപ്പൊ തന്നെ എഴുതി അയക്കണം, ഈ ക്ലാസ് കഴിയുന്ന പാടെ. അപ്പൊ നേരത്തെ ഹോംവർക്ക് ചെയ്യാത്തവരുണ്ടല്ലേ, അവരെന്ത് ചെയ്യണം? ഇത് പേരൊന്നും വിളിച്ച് പറയുന്നില്ല, നമുക്ക് നാണക്കേടാണ് കേട്ടോ. ആകെ 18 പേരെങ്ങാനെ ഹോംവർക്ക് ചെയ്തിട്ടുള്ളൂ. 18ഓ 20 എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. പറഞ്ഞുതരാം നിങ്ങൾക്ക്. 27 കുട്ടികളെ ഹോംവർക്ക് ചെയ്ത് അയച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇവിടെ കിടക്കുന്നുണ്ട്, എനിക്കറിയാം. എന്ത് ചെയ്യണം? ബാക്കിയുള്ള വർക്കും കൂടെ നമുക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ആ ഫുള്ള് ബുക്കും നമ്മൾ എഴുതി കഴിയുമ്പോൾ എന്ത് ഭംഗിയാന്നറിയാം ബുക്ക് കാണാൻ. അപ്പൊ നിങ്ങൾ തന്നെ മറച്ചു നോക്കുമ്പോ അയ്യോ വാവ്, ഞാൻ ഇത്രയും പേജ് എഴുതിയോ നിങ്ങൾ ചിന്തിക്കും അല്ലേ? പിന്നെന്താണ്? ക്ഷത്രിയ, അത് മാത്രമേ നമ്മൾ എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ഇച്ഛ എന്നുള്ള ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് നമ്മൾ അവിടെ ഇപ്പൊ എഴുതി കാണിക്കണം. ഈ പീരീഡ് കഴിയുന്നതോടെ ഈ 34 കുട്ടികളും ഇപ്പൊ തന്നെ എഴുതി കാണിക്കണം കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത പീരീഡ് ബാക്കിയുള്ള ലെറ്റേഴ്സ് എഴുതി പഠിക്കാൻ പോവാണ്. എൽബിനെ കാണുന്നില്ലല്ലോ, എന്താ വീഡിയോ ഓഫ് ചെയ്തിട്ടിരിക്കുന്നേ? മിസ് ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. അവേദ്യ PS, ലക്ഷ്മി അഭിലാഷ്, അഭിരാമി, ജസ്വൽ ഡിനു, ക്യാൻ, പാർവണ, ആരോമൽ, ഷൻസ ഫാത്തിമ, ക്രിസ്റ്റി ജോസഫ്, മുഹമ്മദ് സാർ, കൃഷ്ണ, നസീം, ഗൗരിനന്ദ, കാശിനാഥ്, എഡ്വിൻ, എഴുതിയോ മിടുക്കൻ, നഹിര ഫാത്തിമ, സമജ്ഞ, അന്ന ഗ്രേസ്, അമ്ന ഫാത്തിമ, അമ്ന ഫാത്തിമ. ഓക്കെ, ദേവപ്രിയ, അനിയ റോസ്, ഏഞ്ചൽ, ഫിയോണ മരിയ, ഷാമിൽ, വൈഷ്ണവ്, ആരോമൽ, അഭിരാമി, ഇനി ആരാണ്? ആൻഡ്രോസ് ലിയോ, കവിത, അവിനാഷ് പ്രകാശ്, അർജുൻ. പേര് വിളിക്കാത്തവരുണ്ടോ? നസീം, സമജ്ഞനെ വിളിച്ചില്ലേ? പേര് വിളിക്കാത്തവരുണ്ടോ ക്ലാസ്സില്? ഗോൾഡിനെ വിളിച്ചില്ലേ മോനെ? ഗോൾഡ്. ദേവപ്രിയനെ എഴുതിയിട്ടുണ്ട്, വിളിച്ചു. എന്താ ചെയ്യണ്ടേ? ഷാസെ, വൈഷ്ണവിനെ വിളിച്ചു മോനെ, വിളിച്ചു.
ഞാൻ വിളിച്ചു, കാശിനാഥിനൊക്കെ ആയിട്ടുണ്ട്. അപ്പം ക്ഷാനുള്ള അക്ഷരം എഴുതി കാണിക്കണം കേട്ടോ. അടുത്തിട്ട് ബാക്കിയുള്ള ലെറ്റേഴ്സ് എഴുതിയെടുക്കാം. അപ്പൊ ഒന്ന് ദേവപ്രിയ ഒന്ന് വായിച്ചു കേൾപ്പിച്ചേ. നമുക്ക് 5 മിനിറ്റ് ഉണ്ട് സമയം. ഷാസെ ശത്രു ക്ഷത്രിയ ക്ഷത്രിയ ത്രാസെ തൃശൂർ തൃശൂർ ത്രാസെ ത്രിമൂർത്തി ത്രിമൂർത്തി അതങ്ങനെ വരുള്ളൂ, സാരമില്ല കേട്ടോ. ത്രാസെ ത്രികോൺ ത്രികോൺ. ഓക്കെ. അവേദ്യ ഛായും ത്രായും മാത്രം വായിച്ചു കേൾപ്പിക്കാം. ഷാസെ അവേദ്യ ഷാസെ ത്രാസെ തൃശൂർ ത്രിമൂർത്തി ത്രികോൺ. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദ് സാർ ത്രിമൂർത്തി ഒന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. എന്താണ് മോനെ? ഷാസെ ഷാസെ ക്ഷത്രി എന്ന് പറഞ്ഞോ? ക്ഷത്രിയ. ഓക്കെ. ശ്രീഷ്ണ പെട്ടെന്ന് പറഞ്ഞോ. only 3 minutes. ത്രാസെ ത്രികോൺ. ഓക്കെ. നസീം മുഹമ്മദ് തൃശൂൽ ത്രിമൂർത്തി ത്രികോൺ. നസീം മുഹമ്മദ് പ്ലീസ് അൺമ്യൂട്ട്. അതുമില്ല മോനെ അടുത്ത്. ഓക്കെ. നസീമിന്റെ അടുത്ത് ഉണ്ട്, വായിച്ചോ. നസീം വായിക്കും മോനെ. ഷാസെ ക്ഷത്രിയ ത്രാസെ തൃശൂർ ത്രിമൂർത്തി തൃശൂർ ത്രാസെ ത്രിമൂർത്തി ത്രാസെ ത്രികോൺ. ഓക്കെ. ത്രാസെ ത്രികോൺ. ഓക്കെ ഓക്കെ ഓക്കെ, ഗുഡ്. ക്രിസ്റ്റി റേഞ്ച് പ്രശ്നമുണ്ട്. ക്രിസ്റ്റി ജോസഫ് അമ്മീന്റെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ക്ലാസ് കേട്ടാവും. തൃശൂർ ത്രിമൂർത്തി ത്രികോൺ. ത്രിമൂർത്തി നാട്ടോ. ത്രിമൂർത്തി പറഞ്ഞു പഠിക്കണേ. അമ്മയ്ക്കൊന്നും പറയാനില്ല, അമ്മ കളിയാക്കുന്നൊക്കെ ഉണ്ടാവും, എനിക്കറിയാം. ത്രിമൂർത്തി. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത പീരീഡ് കൂടി ഉണ്ടല്ലേ. ബൈ, സീ യു. ബൈ, ടാറ്റാ. ബൈ. ഞാൻ മരക്കുണ്ട്. ടാറ്റാ, ബൈ.